ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് SSCയുടെ ക്വസ്റ്റ്യൻ അല്ല. സോ ധൈര്യമായിട്ട് ഈ വീഡിയോ SSCയുടെ പ്രീവൈക്ക് മാത്രം നോക്കുന്നവർ ഇത് കാണണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പിടിക്കത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ എടുത്തിടാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. ഞാനത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് UPSCയുടെ CSATO സംതിങ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ എനിക്കിത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ദെൻ ആ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നല്ല രീതിക്ക് കിട്ടിയായിരുന്നു, അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ നിങ്ങളിത് ചെയ്യണമെന്ന് ഞാൻ ഒരു നിർബന്ധവും പിടിക്കുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്: ABCDEF ഇത് രണ്ടും 3 ഡിജിറ്റുള്ള നമ്പേഴ്സാണ്. ഓക്കെ, ABCDEF ഇതെല്ലാം പല പല നമ്പേഴ്സാണ്, നോൺ സീറോ നമ്പേഴ്സാണ്. അതുപോലെ പറഞ്ഞിരിക്കുന്ന ABC+DEF എന്ന് പറയുമ്പോൾ 1111 എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ A+B+C+D+E+F ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 3 ഡിജിറ്റ് ആയിട്ടുള്ള നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, 1, 10, 100 എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് 100 × A പ്ലസ് 10 × B പ്ലസ് 1 × C എന്ന് പറഞ്ഞ് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ DEF എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് 100 × D പ്ലസ് 10 × E പ്ലസ് 1 × F എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന 1, 10, 100 ആ സാധനം. ഇനി ഇവർ പറയുന്ന അനുസരിച്ച് AB+DEF എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് വേണമെങ്കിൽ 100 × A+D എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. കാരണം 100 × A ഉണ്ട്, 100 × D ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിനെ 10 × B+C എന്ന് പറഞ്ഞ് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാം. 10 × B+C എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കുമ്പോഴേ. അതുപോലെ തന്നെ ഇതിനെ C+F എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. then ഇതാണ് ഇങ്ങനെ കൂട്ടുമ്പോഴത്തേക്ക് 1111 കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. 1111 കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1111 വേണമെങ്കിൽ എനിക്ക് 1 × 1000 ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത്, പ്ലസ് 1 × 100 പ്ലസ് 10 × 1 പ്ലസ് 1 എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം. കറക്റ്റ് ആണല്ലോ. അങ്ങനെ എഴുതുമ്പോൾ 1111 എന്ന് പറഞ്ഞ് വരുമല്ലോ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇതെന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇത് ഏതായാലും 1000-നേക്കാളും വലിയൊരു നമ്പർ ആകണം. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ഇതുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? അത് 1000 ആകണമെങ്കിൽ A+Dൻ്റെ വാല്യൂ 10 വരണ്ടേ. 10 വന്നു കഴിഞ്ഞാൽ ഇതൊരു 1000 ആകും. ഓക്കെ, ദെൻ ഇതിനെ ഞാൻ ഇതുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് 10 × B+C അത് 100 വരണമെങ്കിൽ B+Eൻ്റെ വാല്യൂ 10 വരണം, എന്നാലല്ലേ 100 വരും. ബാക്കി ഇത്ര ഐറ്റത്തിനെ ഞാൻ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അല്ലാത്ത രീതിയിലും കമ്പയർ ചെയ്യാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ദെൻ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ C+F എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 10 × 1 + 1 11 എന്ന് പറഞ്ഞെടുക്കാം. സോ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് എത്ര വരും? 31 എന്ന് പറഞ്ഞു വരും. ഈ 31 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.